വെരി സാഡ്. ഓക്കെ, ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ, എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല, അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ, ആ പരിപാടി. ഉഫ്, അങ്ങനെയൊന്നുമല്ല. വാദിയെ പ്രതിയാക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്ന് പറയുന്ന താരസംഘടനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കലഹങ്ങൾ, അതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ പിഷാരടിക്കെതിരെ ഇപ്പോൾ കേട്ടതുപോലെയുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നതോടുകൂടെ ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ട ആളായ ശ്വേതാ മേനോനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും വരുന്നു. അത്തരത്തിൽ ദുഹയാർത്ഥത്തിൽ സംസാരിച്ച പിഷാരടി ചെയ്തത് തെറ്റല്ല, മറിച്ച് ശ്വേത ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ട് പിഷാരടിയെ നാറ്റിച്ചതാണ് തെറ്റ് എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും അമ്മ സംഘടനയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കാണ്. താരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ഒരു കുടുംബത്തോടെ കഴിയുന്നു എന്നതിനേക്കാൾ അപ്പുറത്തേക്കും ലൈംഗിക ചുവയോടുള്ള സംസാരങ്ങൾ, ജാതിപരമായിട്ടുള്ള പരാമർശങ്ങൾ, അവഗണനകൾ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന രീതികൾ, അതൊക്കെ തന്നെ ഉണ്ട് എന്നാണ് അമ്മ സംഘടനയിലെ പൊട്ടിത്തെറിയിൽ നിന്ന് നമുക്ക് വ്യക്തമായത്. പലരും തെളിവുകൾ സഹിതം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു. എത്രമാത്രം വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയാണെങ്കിലും മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കലഹമാണ് ഇപ്പോൾ അമ്മയുള്ളത്. എന്തായാലും ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തേക്ക് വരുന്നത് ശ്രദ്ധേയമാകുന്നുണ്ട്. മുൻ ഭരണസമിതി അംഗവും നടിയുമായ ശ്വേതാ മേനോനെതിരെ കടുത്ത വിമർശനവുമായിട്ടാണ് ഇപ്പോൾ നടി ബീന ആന്റണി അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഉറ്റ സുഹൃത്തും ജനപ്രതിനിധിയുമായിട്ടുള്ള രമേശ് പിഷാരടിയെ മോശമായി ചിത്രീകരിക്കാനായിരുന്നു ശ്വേത ശ്രമിച്ചത് എന്ന് ന്യായീകരിക്കുകയാണ് അവർ. സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടത് പൊറുക്കാനാകാത്ത വിശ്വാസവഞ്ചനയാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ ബീന ആന്റണി തുറന്നടിച്ചു. എന്തായാലും ജനങ്ങൾ ചോദിക്കുന്നത്, അത് പുറത്തുവിട്ടത് മാത്രമാണോ പ്രശ്നം, അങ്ങനെ സംസാരിച്ചത് പ്രശ്നമല്ലേ എന്നതൊക്കെയാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ബീന ആന്റണി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ശ്വേതാ മേനോനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. സംഘടന കടുത്ത പ്രതിസന്ധി നേരിടുന്ന സമയത്ത് സഹായത്തിനെത്തിയ വ്യക്തിയായ രമേശ് പിഷാരടിയെ ഇത്തരത്തിൽ ചതിക്കരുതായിരുന്നു എന്നാണ് ബീന ആന്റണിയുടെ അഭിപ്രായം. ജനപിന്തുണയുള്ള ഒരു രാഷ്ട്രീയ നേതാവായി ഉയർന്നു വന്ന അദ്ദേഹത്തെ പോലെ ഒരാളെ ഇത്തരത്തിൽ അപമാനിച്ചത് ശ്വേതയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയാണെന്ന് ബീന ചൂണ്ടിക്കാണിക്കുന്നു. പിഷാരടിയും ശ്വേതയും തമ്മിലുള്ള ആത്മബന്ധം സിനിമാ ലോകത്തിന് മുഴുവൻ അറിയുന്നതാണ്. തെരഞ്ഞെടുപ്പ് വിജയവേളയിൽ പരസ്പരം സന്തോഷം പങ്കിട്ട സുഹൃത്തുക്കൾ കൂടിയായിരുന്നു അവർ. എന്നാൽ ആ സൗഹൃദത്തെ പോലും മാനിക്കാതെ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയാണെന്ന് ബീന ആന്റണി പറഞ്ഞു. ശ്വേത ഉൾപ്പെടെ മുൻ ഭരണസമിതിക്ക് തുടക്കം മുതൽ തന്നെ വീഴ്ചകൾ സംഭവിച്ചിരുന്നുവെന്നും ബീന കൂട്ടിച്ചേർത്തു. ഭരണസമിതിയിലെ ചേരിതിരിവുകളും ഈഗോ പ്രശ്നങ്ങളുമാണ് നിലവിലത്തെ പ്രതിസന്ധികൾക്കെല്ലാം കാരണം. ഇതിനെല്ലാം പുറമെ രാജിവെച്ചു എന്ന് പ്രഖ്യാപിച്ച ശേഷം ഇപ്പോൾ വീണ്ടും പുതിയ നിലപാട് അർത്ഥശൂന്യമാണ്. ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം വന്നപ്പോൾ അതിൽ ഒപ്പിട്ട വ്യക്തിയാണ് താനെന്ന് ബീന വെളിപ്പെടുത്തുന്നു. എന്നാൽ ജനറൽ ബോഡിയിൽ അവരുടെ സംസാരം കേട്ടപ്പോൾ 45 ദിവസത്തെ സാവകാശം കൂടി നൽകാമെന്ന് താൻ കരുതി. പക്ഷേ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. രൂക്ഷമായ വാക്കുതർക്കങ്ങൾക്കൊടുവിലാണ് 17 അംഗ സമിതി രാജിവെച്ച് പുറത്തുപോയത് കണ്ടത്. ജനറൽ ബോഡിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ശ്വേതാ മേനോൻ താൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതായി പരസ്യമായി പ്രഖ്യാപിച്ചു. അന്ന് രാജി തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ പലരും അവരോട് അഭ്യർത്ഥിച്ചെങ്കിലും കൂട്ടാക്കിയില്ല. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം താൻ രാജിവെച്ചിട്ടില്ല എന്നും ഭരണസമിതിയിൽ തുടരുമെന്നും പറയുന്ന ശ്വേതയുടെ നടപടി തികച്ചും അർത്ഥശൂന്യമാണെന്നാണ് ബീന ആന്റണിയുടെ പ്രതികരണം. സംഘടനയിലെ വിവരങ്ങൾ പുറത്തു പോകുന്നതായിരുന്നു ഭരണസമിതിയുടെ പരാജയമെന്ന് നമ്മൾ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഇവരാണ്
എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും ബീന ആന്റണി പറയുന്നു. എല്ലാത്തിനുമുപരി തകർച്ചയുടെ വക്കത്തിലുള്ള അമ്മയെ ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ മുതിർന്ന താരങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് ബീന ആന്റണി പ്രധാനമായിട്ടും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇനി അമ്മയുടെ പോക്ക് എങ്ങോട്ടാണെന്നതിൽ എല്ലാവർക്കും ആശങ്ക. ഈ പ്രതിസന്ധിയിൽ നിന്ന് സംഘടനയെ രക്ഷിക്കാൻ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് ഏട്ടനും മുൻപന്തിയിലേക്ക് ഇറങ്ങണം. ഇത് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥനയാണെന്ന് ബീന ആന്റണി പ്രതികരിച്ചു. അതേസമയം ശ്വേതയ്ക്കെതിരെ മറ്റൊരു താരം കൂടെ രംഗത്ത് വരുന്നു, മുതിർന്ന താരം ായിട്ടുള്ള രവീന്ദ്രൻ. അത് ശ്വേതയ്ക്കെതിരെ എന്നതിനേക്കാൾ ഉപരി അമ്മ സംഘടനയുടെ തകർച്ചയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടുകൂടെയാണ് രവീന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 32 വർഷമായി സംഘടനയുടെ തുടക്കം മുതൽ കൂടെയുള്ള ആളെന്ന നിലയിൽ അമ്മ പിരിച്ചുവിടുന്നു എന്ന് പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ തനിക്ക് വലിയ വേദന ഉണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംഘടനയുടെ 500ഓളം വരുന്ന അംഗങ്ങളിൽ ഭൂരിഭാഗവും സിനിമയില്ലാതെ കാരുണ്യ പ്രവർത്തനങ്ങളെയും കൈനീട്ടത്തെയും ആശ്രയിച്ചു ജീവിക്കുന്നവരാണെന്നും തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വിമർശിക്കാമെങ്കിലും സംഘടനയെ ഇല്ലാതാക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഭിനേതാക്കൾ പൊതുവെ വൈകാരികമായി സംസാരിക്കുന്നവരാണെന്നും അതിനാലാണ് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായതെന്നും വ്യക്തിപരമായി വ്യക്തമാക്കിയിട്ടുള്ള താരം സംഘടന തകരാൻ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും അടക്കമുള്ളവർ അനുവദിക്കില്ല എന്നും കൃത്യമായ സമയത്ത് അവർ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഉറപ്പ് നൽകി. ശ്വേത മേനോനുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് താൻ പഠിച്ചു വരികയാണെന്നും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ വിധി വരട്ടെ എന്നുമാണ് നടൻ രവീന്ദ്രന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെ: ഞാൻ ഇന്ന് നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്നലെ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കാണുമ്പോഴുള്ള വിഷമം കൊണ്ടാണ്. ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പരിണിത പ്രജ്ഞനായിട്ടുള്ള സുധാകരൻ സാർ വരെ വന്ന് അമ്മ സംഘടന പിരിച്ചുവിടേണ്ട സമയമായി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നി. ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ എത്തിച്ചതും നമ്മുടെ ഭാഗത്തുണ്ടായ ഒരു തെറ്റെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇത് നമ്മൾ ഒരു 32 വർഷം മുൻപ് തുടങ്ങിയ സമയത്ത് അഭിനേതാക്കളുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയായിരുന്നു. ഇതിൻ്റെ തുടക്കം മുതൽ ഒരു ലൈഫ് മെമ്പർ എന്നുള്ള നിലയിലാണ് ഞാൻ. പിന്നീട് നമ്മളിത് കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടി പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് അമ്മയിലെ മെമ്പേഴ്സിന് വേണ്ടിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ, അവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ എത്രത്തോളം ചെയ്യുന്ന ഈ സംഘടന ലോകത്തെവിടെയും ഉണ്ടാകില്ല. എല്ലാ മാസവും അവർക്ക് കൈനീട്ടം എത്തുന്ന മരുന്ന്, ഇൻഷുറൻസ് പരിരക്ഷ, ഒരു കുടുംബമായിട്ട് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൽ പലപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായി എന്നത് യഥാർത്ഥത്തിൽ സങ്കടകരമാണ്. പക്ഷേ ഇതുകൊണ്ട് സംഘടന പിരിച്ചുവിട്ടേക്കും എന്ന് ഒക്കെ പറയുമ്പോൾ, അവിടെ ബഹളം കൂട്ടുമ്പോൾ അവിടെയാണ് പ്രശ്നം. പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ്, അതായത് ഈ കാരുണ്യം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഇതിനകത്തുണ്ട്. ഈ 500ഓളം മെമ്പേഴ്സിൽ എല്ലാവർക്കും സിനിമയിൽ ജോലിയൊന്നുമുള്ള ആളുകളല്ല. ഇതിലാകെ ഒരു 50ഓ 70ഓ പേർ മാത്രമേ ഇപ്പോഴും തൊഴിൽ ചെയ്യുന്നവരുള്ളൂ. 3 or 4 വർഷമായിട്ട് സിനിമ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഇത്തരത്തിലുണ്ട്. നിങ്ങൾ എന്ന് പറയുന്നത് പോലെ അഭിനേതാക്കളാണ്. അതുകൊണ്ട് പൊതുവെ പറയുന്നത് പോലെ ഞങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിട്ട് സംസാരിക്കും. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മുടെ സംഘടന തന്നെ ഇല്ലാതാക്കണം എന്നുള്ള രീതിയിലേക്ക് നിങ്ങളും പോകരുത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരരുത്. ഞങ്ങൾക്ക് ഒരുപാട് വേദനയുണ്ടാകുന്നൊരു സാഹചര്യമാണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും എനിക്ക് വളരെ വിഷമം തോന്നിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതെന്നും സംഘടന പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നുമൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഈ സംഘടന ഇനിയും നിലനിൽക്കണം. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. എല്ലാ മെമ്പേഴ്സും ഒരേ സ്വരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ സംഘടന നിലനിൽക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ്. ബാക്കി പല കാര്യത്തിലും ഞങ്ങൾക്ക് വിഭിന്ന സ്വരങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മൾ മലയാളികളാണ്, കേരളീയരാണ്. നമ്മുടെ അഭിപ്രായ വ്യത്യാസം, അഭിപ്രായ സ്വാതന്ത്ര്യം പ്രകടിപ്പിക്കാനുള്ള അവകാശം, വിയോജിപ്പുകൾ ഇതൊക്കെ അറിയാം. ചിലപ്പോൾ അത് ഇമോഷണലായി വരും. കാരണം ഞങ്ങൾ അഭിനേതാക്കളാണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഞങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ജനങ്ങൾ തരുന്ന സ്നേഹ ആദരവുകൾ അത് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നാണ്. അതാണ് തങ്ങളുടെ ശക്തി. നിങ്ങൾ തരുന്ന കയ്യടികൾ അത് ഞങ്ങളെ ഊർജിതരാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും മീഡിയയ്ക്കും ജനത്തിനും ഉള്ളതുപോലെ തന്നെ നിങ്ങൾ കൈവിടരുത് എന്ന് കൂടെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. എന്തായാലും
അമ്മ സംഘടനയിലെ തകർച്ച, അമ്മ സംഘടന പിരിച്ചുവിടേണ്ടി വരുമെന്നുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യർ അതിനിടയിൽ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നുണ്ട് എന്നുകൂടെ വ്യക്തമാകുകയാണ്. എന്തായാലും ശ്വേതാ മേനോന്റെ ഈ ഒരു വിഷയം, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പിഷാരടിക്ക് എതിരെ അടക്കം നൽകിയിരിക്കുന്ന ഇത്തരം ശബ്ദ സന്ദേശങ്ങൾ, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ ഒരു വശത്തു കൂടെ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ അൻസിബ ഹസൻ ശ്വേതാ മേനോനോടൊപ്പം കക്ഷി ചേരാനുള്ള തീരുമാനമടക്കമായി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ അമ്മ സംഘടനയ്ക്കെതിരെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ അമ്മയിലെ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളെ മോശക്കാരിയായി ചിത്രീകരിക്കുന്ന തരത്തിൽ ചില രീതികൾ, പ്രവർത്തനങ്ങൾ പലയിടങ്ങളിൽ നിന്നും നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത്.